നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് വൻ തിരിച്ചടിയായി പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പാസ്പോർട്ട് പുതുക്കാനും പുതിയതെടുക്കാനുമുള്ള നിരക്കിൽ 60% വർധന. സ്കൂൾ അവധിക്കൊപ്പം ദുബായ് വിമാനത്താവളത്തിൽ തിരക്കേറുന്നു. ജൂലൈ ആദ്യ പകുതിയിൽ മാത്രം കടന്നുപോകുക 30 ലക്ഷം യാത്രക്കാർ. ജൂലൈ 12 സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിനം. ചട്ടങ്ങൾ ലംഘിച്ച 7 സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. പ്രമുഖ മെഡിക്കൽ സെന്ററിനെതിരെ മെഡിക്കൽ ലയബിലിറ്റി അതോറിറ്റിയുടെ അന്വേഷണം. അടച്ചുപൂട്ടിയത് ക്ലിനിക്, ഫിസിയോതെറാപ്പി, ഹോം ഹെൽത്ത് കെയർ സർവീസ് കമ്പനികൾ ഉൾപ്പെടെ. ഇറാൻ US സമാധാന ശ്രമങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. ദോഹയിലെത്തിയ US പ്രതിനിധികളുമായി നേരിട്ട് ചർച്ചയില്ലെന്ന ഇറാൻ. ആണവ ചർച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കിയ ശേഷം മാത്രമെന്നും ഇറാൻ. വാർത്തകളിലേക്ക് വിശദമായി. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് വൻ തിരിച്ചടിയായി പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പാസ്പോർട്ട് പുതുക്കാനും പുതിയതെടുക്കാനുമുള്ള നിരക്കിൽ 60% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസി, ദുബായിലെ കോൺസുലേറ്റ്, യുഎഇയിൽ ഉടനീളമുള്ള മറ്റ് ഔദ്യോഗിക പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പുതിയ നിരക്കുകൾ ഒരുപോലെ ബാധകമാകും. നീണ്ട 14 വർഷങ്ങൾക്കൊടുവിലാണ് നിരക്കുകളിൽ ഇത്രയും വലിയ മാറ്റം വരുത്തുന്നത്. പുതിയ നിരക്കുകൾ അനുസരിച്ച് മുതിർന്നവർക്കുള്ള സാധാരണ 36 പേജുള്ള പാസ്പോർട്ട് പുതുക്കാനും പുതിയതെടുക്കാനും ഇനി മുതൽ 450 ദിർഹം നൽകണം. മുൻപിത് 285 ദിർഹമായിരുന്നു. ഇതേ പാസ്പോർട്ട് അടിയന്തരമായി തൽക്കാൽ സംവിധാനത്തിലൂടെ എടുക്കാൻ 900 ദിർഹം ചെലവാക്കേണ്ടി വരും. 60 പേജുള്ള വലിയ പാസ്പോർട്ട് സാധാരണ രീതിയിൽ പുതുക്കാൻ 630 ദിർഹവും തൽക്കാൽ വഴി ലഭിക്കാൻ 1080 ദിർഹവുമാണ് പുതിയ നിരക്ക്. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയതെടുക്കാനുള്ള തുക വളരെ കൂടുതലാണ്. ഈ വിഭാഗത്തിൽ സാധാരണ അപേക്ഷകൾക്ക് 36 പേജിന് 900 ദിർഹവും 60 പേജിന് 1080 ദിർഹവും നൽകണം. തൽക്കാൽ വഴിയാണെങ്കിൽ ഇത് യഥാക്രമം 1350 ദിർഹവും 1530 ദിർഹവുമായി ഉയരും. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ 36 പേജുള്ള പാസ്പോർട്ട് സാധാരണ രീതിയിൽ പുതുക്കാൻ 325 ദിർഹമാണ് പുതിയ നിരക്ക്. മുൻപ് ഇത് 190 ദിർഹമായിരുന്നു. കുട്ടികളുടെ തൽക്കാല അപേക്ഷകൾക്ക് 775 ദിർഹം നൽകണം. കുട്ടികളുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ വരികയോ ചെയ്താൽ സാധാരണ രീതിയിൽ 775 ദിർഹവും തൽക്കാലിൽ 1225 ദിർഹവുമാണ് ഈടാക്കുക. അതേസമയം 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ 10% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് സാധാരണ അപേക്ഷകൾക്ക് 295 ദിർഹവും തൽക്കാലിന് 700 ദിർഹവും മതിയാകും. മറ്റ് അനുബന്ധ സേവനങ്ങളായ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് റദ്ദാക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ നിരക്ക് 95 ദിർഹത്തിൽ നിന്ന് 145 ദിർഹമായി ഉയർത്തി. അടിയന്തര യാത്രാരേഖകൾക്ക് 60 ദിർഹവും തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റുകൾക്ക് 180 ദിർഹവുമാണ് ഈടാക്കുക. NTV അബുദാബി. സ്കൂൾ വേനൽ അവധിക്കാലം ആരംഭിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ തിരക്കിന് സാധ്യത. ജൂലൈ ആദ്യ പകുതിയിൽ മാത്രം ഏകദേശം 30 ലക്ഷം യാത്രക്കാർ ദുബായ് വിമാനത്താവളത്തിലെ വിവിധ ടെർമിനലുകൾ വഴി കടന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 2 മുതൽ UAE നിവാസികൾ കൂട്ടത്തോടെ വേനൽക്കാല അവധിക്ക് യാത്ര തിരിക്കുന്നതിനാൽ എയർപോർട്ടിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന് ദുബായ് മീഡിയ ഓഫീസും അറിയിച്ചു. ഈ സീസണിൽ ജൂലൈ 12 ആയിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കേറിയ ദിവസം എന്നാണ് കണക്കാക്കുന്നത്. ദുബായ് വിമാനത്താവളത്തിൽ ഈ സീസണിൽ ജൂലൈ 12 ആയിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കേറിയ ദിവസം എന്നാണ് കണക്കാക്കുന്നത്. അന്ന് മാത്രം 2.25 ലക്ഷത്തിലധികം യാത്രക്കാർ വിമാനത്താവളത്തിലെത്തും. തുടർന്നുള്ള 2 ആഴ്ചകളിൽ പ്രതിദിന യാത്രാ നിരക്ക് ഏകദേശം 2 ലക്ഷം കവിയും എന്നാണ് പ്രതീക്ഷ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമയാന ഹബ്ബായ ദുബായിലേക്ക് എത്തുന്ന ആകെ യാത്രക്കാരിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിലേക്ക് കണക്ടിംഗ് ഫ്ലൈറ്റുകൾ കാത്തിരിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാരായിരിക്കും. എയർപോർട്ടിലെ തിരക്കൊഴിവാക്കി സുഗമമായ യാത്ര ഉറപ്പാക്കാൻ വിമാനത്താവള അധികൃതരും എമിറേറ്റ്സ് എയർലൈൻസും യാത്രാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാർ വിമാനത്താവളത്തിലെത്തണം. തിരക്കൊഴിവാക്കാൻ ഓൺലൈൻ ചെക്ക് ഇൻ സൗകര്യമോ സിറ്റി ചെക്ക് ഇൻ, ഹോം ചെക്ക് ഇൻ അല്ലെങ്കിൽ എയർപോർട്ടിലെ സെൽഫ് സർവീസ് കിയോസ്കുകളോ പരമാവധി പ്രയോജനപ്പെടുത്തണം. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ കുടുംബങ്ങൾക്ക് പാസ്പോർട്ട് നിയന്ത്രണ നടപടികൾ വേഗത്തിലാക്കാൻ വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാം. സ്പെയർ ബാറ്ററികൾ, പവർ ബാങ്കുകൾ എന്നിവ യാതൊരു കാരണവശാലും വലിയ ലഗേജുകളിൽ വെക്കാൻ പാടില്ല. ഇവ ഹാൻഡ് ലഗേജിൽ മാത്രമേ കരുതാവൂ. യാത്ര തിരിക്കുന്ന രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ യാത്രാ നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയും ആവശ്യമായ യാത്രാരേഖകൾ മുൻകൂട്ടി കയ്യിൽ കരുതുകയും വേണം. NTV ദുബായ്.
ഷാർജയിൽ പ്രഖ്യാപിച്ച പുതിയ പെയ്ഡ് പാർക്കിംഗ് സമയം പ്രാബല്യത്തിൽ വന്നു. ഇന്നു മുതൽ അർദ്ധരാത്രി 12 വരെയാണ് പാർക്കിംഗ് ഫീസ് നൽകേണ്ടത്. ഷാർജ മുനിസിപ്പാലിറ്റിയുടേതാണ് ഈ ചെലവേറുന്ന തീരുമാനം. ഷാർജയിലെ താമസക്കാർക്ക് തിരിച്ചടിയായി ഇന്നു മുതൽ അർദ്ധരാത്രി 12 വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കും. ഷാർജ സിറ്റി, കൽബ, ഖോർഫഖാൻ, അൽദൈദ് എന്നിവിടങ്ങളിലെ എല്ലാ പെയ്ഡ് പാർക്കിംഗ് സോണുകളിലും പുതിയ നിയമം ബാധകമാണ്. നിലവിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെയായിരുന്നു പാർക്കിംഗ് ഫീസ് ഈടാക്കിയിരുന്നത്. അത് 2 മണിക്കൂർ വർദ്ധിപ്പിച്ചാണ് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ സുപ്രധാന തീരുമാനം. എമിറേറ്റിലെ തിരക്കേറിയ വ്യാപാര, വിനോദ, വാണിജ്യ മേഖലകളിലെ പാർക്കിംഗ് സൗകര്യങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പിക്കുന്നതിനാണ് നടപടി. വെള്ളിയാഴ്ചകളിലും ഔദ്യോഗിക അവധി ദിനങ്ങളിലും സാധാരണ പാർക്കിംഗ് മേഖലകളിൽ ഫീസ് ബാധകമല്ല. എമിറേറ്റിലെ പാർക്കിംഗ് സ്ഥലങ്ങളുടെ ഡിമാൻഡ് കൂടിയ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ പരിഷ്കാരം. സീസണൽ സബ്സ്ക്രിപ്ഷൻ ഉടമകൾക്കും റെസ്റ്റോറന്റുകളിലെയും കഫറ്റീരിയകളിലെയും ഉപഭോക്താക്കൾക്കും രാത്രി 10 മണിക്ക് ശേഷം പാർക്കിംഗ് കണ്ടെത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പാർക്കിംഗ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും താമസക്കാർക്കും സന്ദർശകർക്കും മികച്ച സേവനം നൽകുന്നതിനും ഷാർജ പ്രതിജ്ഞാബദ്ധമാണെന്നും ഷാർജ മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. NTV ഷാർജ. യുഎഇയിൽ മനുഷ്യരിലുള്ള നിക്ഷേപമാണ് രാജ്യം വിഭാവനം ചെയ്യുന്ന ഏറ്റവും ശക്തവും സുസ്ഥിരവുമായ മാതൃകയെന്ന ദുബായ് കിരീടാവകാശി. ദുബായിയുടെ പുതിയ വിദ്യാഭ്യാസ നയമായ എഡ്യൂക്കേഷൻ 33 പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയാണ് യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞത്. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് രാജ്യത്തിന്റെ തന്ത്രപ്രധാന മുൻഗണനയാണെന്ന് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും കാഴ്ചപ്പാടുകളെ മുൻനിർത്തി ദുബായ് കിരീടാവകാശി ഓർമ്മിപ്പിച്ചു. യുഎഇയുടെ തനതായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതും ഭാവി വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാക്കുന്നതുമായ സംയോജിത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ദുബായ് കെട്ടിപ്പടുക്കുന്നത്. സ്വന്തം ഭാഷയിലും സംസ്കാരത്തിലും അഭിമാനിക്കുന്ന, അതേസമയം ആഗോളതലത്തിൽ മികവ് പുലർത്താൻ കെൽപ്പുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. ദുബായിലെ ഓരോ വിദ്യാർത്ഥിയും രാജ്യത്തെ പോലെ തന്നെ അസാധാരണമായ കഴിവുകൾ ഉള്ളവരായി വളരണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ഭാവിക്കാവശ്യമായ ജീവിത നൈപുണ്യങ്ങളും അറിവും പകർന്നു നൽകി അവരെ ശാക്തീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അറബിക് ഭാഷാ പഠനം ശക്തമാക്കുക, വിദ്യാർത്ഥികളുടെ മാനസിക, ശാരീരിക സൗഖ്യം ഉറപ്പാക്കുക, ഭാവിയിലേക്കുള്ള പ്രായോഗിക നൈപുണ്യങ്ങൾ വികസിപ്പിക്കുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന പദ്ധതികൾ. NTV ദുബായ്. ഇറാൻ US സമാധാന ശ്രമങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. ദോഹയിലെത്തിയ US പ്രതിനിധികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പിലായ ശേഷം മാത്രമേ ആണവ പദ്ധതി നിയന്ത്രണം പോലുള്ള സങ്കീർണ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാകൂ എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാനും USഉം തമ്മിലുള്ള ശാശ്വത സമാധാന ശ്രമങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയാണ് ഇറാൻ വീണ്ടും നിലപാട് ആവർത്തിക്കുന്നത്. സമാധാന ചർച്ചകൾക്കായി ദോഹയിലെത്തിയ US പ്രതിനിധികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തില്ലെന്നാണ് ഇറാൻ അറിയിക്കുന്നത്. നേരത്തെ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പിലാക്കിയ ശേഷം മാത്രമേ ആണവ പദ്ധതി നിയന്ത്രണം പോലുള്ള സങ്കീർണ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാകൂ എന്നും ഇറാൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം പിൻവലിക്കുന്നതിനു പകരം സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുകയും 60 ദിവസത്തിനുള്ളിൽ സ്ഥിരം സമാധാന കരാറിലെത്തുകയും ചെയ്യണമെന്നതായിരുന്നു പ്രാഥമിക ധാരണ. എന്നാൽ ഈ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം തുടരുന്നതായാണ് സൂചനകൾ. ഇറാനുമായി ഖത്തറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ആ വാർത്തകൾ പാടെ തള്ളി വരും ദിവസങ്ങളിലൊന്നും USഉമായി കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചിട്ടില്ലെന്നാണ് ഇറാൻ അറിയിച്ചത്. അതിനിടെ കടലിലെ എല്ലാ യാത്രാ വിനോദ പരിപാടികൾക്കും ഖത്തർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. സുരക്ഷ മുൻനിർത്തിയാണ് കടലിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ രാജ്യാന്തര ചരക്കു കപ്പലുകൾക്ക് നിരോധനം ബാധകമല്ല. കഴിഞ്ഞ ദിവസം ബോട്ടിൽ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് ഖത്തർ പൗരൻ മരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഖത്തർ നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് NTV. കുവൈത്തിൽ നിയമലംഘനം കണ്ടെത്തിയ ആരോഗ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ആവശ്യമായ യോഗ്യതയോ ഔദ്യോഗിക ലൈസൻസോ ഇല്ലാതെ വ്യക്തികൾ രോഗികളെ ചികിത്സിക്കുന്നുവെന്നതാണ് പരിശോധനയിൽ കണ്ടെത്തിയ ഏറ്റവും ഗുരുതരമായ നിയമലംഘനം.
കുവൈത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച 7 സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളാണ് ഉടനടി അടച്ചുപൂട്ടാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി ഉത്തരവിട്ടത്. കടുത്ത നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു പ്രമുഖ മെഡിക്കൽ സെന്ററിനെതിരെ തുടരന്വേഷണത്തിനായി മെഡിക്കൽ ലയബിലിറ്റി അതോറിറ്റിക്കും കൈമാറി. മെഡിക്കൽ സെന്റർ, ക്ലിനിക്, ഫിസിയോതെറാപ്പി സെന്ററുകൾ, ഹോം ഹെൽത്ത് കെയർ സർവീസ് കമ്പനികൾ എന്നിവയാണ് അടച്ചുപൂട്ടിയവയിൽ ഉൾപ്പെടുന്നത്. ആവശ്യമായ യോഗ്യതയോ ഔദ്യോഗിക ലൈസൻസോ ഇല്ലാത്ത വ്യക്തികൾ രോഗികളെ ചികിത്സിക്കുന്നു എന്നതാണ് പരിശോധനയിൽ കണ്ടെത്തിയ ഗുരുതര നിയമലംഘനം. സിവിൽ ID കാർഡിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന് രേഖപ്പെടുത്തിയ ഒരു ജീവനക്കാരൻ മെഡിക്കൽ സെന്ററിൽ രോഗികളെ പരിശോധിക്കുന്നതായും കണ്ടെത്തി. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഹെൽത്ത് ലൈസൻസിംഗ് വിഭാഗം, ഡ്രഗ് ഇൻസ്പെക്ഷൻ വിഭാഗം, പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എന്നിവ സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ആരോഗ്യ മേഖലയിലെ സുതാര്യതയും നിയമപാലനവും ഉറപ്പാക്കാൻ സർക്കാർ ഏജൻസികൾ ഒത്തൊരുമിച്ച് നടത്തിയ നീക്കത്തിലായിരുന്നു നടപടി. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന വ്യാജ ചികിത്സാ കേന്ദ്രങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന നടപടിയുണ്ടാകും. NTV, കുവൈറ്റ് സിറ്റി. സൗദി അറേബ്യയിൽ ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനായി പുതിയ നിയമം വരുന്നു. ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വിസമ്മതിക്കുക, ബില്ലുകൾ നൽകാതിരിക്കുകയോ അതിൽ വ്യക്തമായ വിവരം ഇല്ലാതിരിക്കുകയോ ചെയ്യുക, വില രേഖപ്പെടുത്താതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്കെല്ലാം കടുത്ത ശിക്ഷയാകും ലഭിക്കുക. വിപണിയിലെ സുതാര്യതയും ഉപഭോക്താക്കളുടെ അവകാശം ഉറപ്പാക്കലും ലക്ഷ്യമിട്ടാണ് വാണിജ്യ മന്ത്രാലയം പുതിയ പിഴകൾ ഏർപ്പെടുത്തുന്നത്. ഇതുവരെ പ്രത്യേക ശിക്ഷ നിശ്ചയിച്ചിട്ടില്ലാത്ത നിയമലംഘനങ്ങൾക്ക് ഇനി കടുത്ത പിഴ വരും. നഗരസഭകളുടെ തരംതിരിവനുസരിച്ച് 5 തലങ്ങളിലായി നിശ്ചയിച്ചിട്ടുള്ള പിഴകൾ കുറ്റം ആവർത്തിച്ചാൽ ഇരട്ടിയാക്കും. ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വിസമ്മതിക്കുക, ബില്ലുകൾ നൽകാതിരിക്കുകയോ അതിൽ വ്യക്തമായ വിവരം ഇല്ലാതിരിക്കുകയോ ചെയ്യുക, വില രേഖപ്പെടുത്താതിരിക്കുക, പ്രഖ്യാപിച്ച വിലയേക്കാൾ കൂടുതൽ ഈടാക്കുക, തെറ്റായ വിവരങ്ങൾ നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുകയോ മാറ്റി നൽകുകയോ ഇല്ല എന്ന വാചകം കടകളിലോ ബില്ലുകളിലോ ഉപയോഗിക്കരുത്. സബ്സിഡി മാവ് ഉപയോഗിക്കുന്ന ബേക്കറികൾ നിശ്ചിത അളവിൽ റൊട്ടി നൽകാതിരുന്നാലും ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ തെറ്റായി നൽകിയാലും മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ സീലിംഗ് സ്റ്റിക്കർ നീക്കിയാലും പിഴ ബാധകമാണ്. അടിസ്ഥാന സേവനങ്ങളിലെ ലംഘനങ്ങൾക്ക് 200 മുതൽ 1000 റിയാൽ വരെയാണ് പിഴ. ഗുരുതരമായ ചില വീഴ്ചകൾക്ക് 1000 മുതൽ 5000 റിയാൽ വരെയാണ് പിഴ ഈടാക്കുക. ബേക്കറികൾക്ക് അനുവദിച്ച മാവ് കോട്ടയുടെ 5% പാഴാക്കൽ, കൃത്യമായ ഉറവിടമില്ലാത്ത സാധനങ്ങൾ വിൽക്കൽ, സ്ഥാപനത്തിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരിക്കൽ എന്നിവയാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. സർക്കാർ സബ്സിഡി മാവ് വീണ്ടും റീപാക്ക് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ 2000 മുതൽ 10000 റിയാൽ വരെ പിഴ ചുമത്തും. ഔദ്യോഗിക വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുകയോ വിപണിയിൽ കൃത്രിമ വിലക്കയറ്റം നടത്തുകയോ ചെയ്താൽ ഔദ്യോഗിക വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസത്തിന് തുല്യമായ തുക പിഴയായി നൽകണം. ഈ പിഴത്തുക 5000 റിയാലിൽ കുറയാൻ പാടില്ലാത്തതും പരമാവധി 1,00,000 റിയാൽ വരെ ആയിരിക്കുന്നതുമാണ്. പുതിയ ഉത്തരവിന്റെ കരട് രൂപം പൊതുജന അഭിപ്രായത്തിനായി പൊതു പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം നിയമലംഘനങ്ങൾക്കും അത് തിരുത്താൻ സ്ഥാപനങ്ങൾക്ക് 14 ദിവസത്തെ സാവകാശം ലഭിക്കും. NTV, റിയാദ്. UAE-യിൽ ചൂട് ഇനിയും കൂടും. ജൂലൈ 3 മുതൽ താപനില ഉയരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ചിലയിടങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കുമെത്തും. വരും ദിവസങ്ങളിൽ UAE-യിൽ ചൂട് ഗണ്യമായി ഉയരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ കാലഘട്ടമായ ജംറത്ത് അൽ ഖൈദ് ജൂലൈ 3-നാണ് ആരംഭിക്കുകയെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമി സൊസൈറ്റി അറിയിച്ചു. ഗൾഫ് മേഖലയിലെ ഏറ്റവും ചൂടേറിയ വേനൽക്കാലത്തിന്റെ 2ാം ഘട്ടമാണിത്. ഓഗസ്റ്റ് 10 വരെ നീളുന്ന ഈ കാലയളവിൽ കടുത്ത ചൂടും വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടും. ചില മേഖലയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്താൻ സാധ്യതയുണ്ടെന്നും എമിറേറ്റ്സ് ആസ്ട്രോണമി സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ പറഞ്ഞു. ഇക്കാലയളവിൽ സമൂം എന്നറിയപ്പെടുന്ന വരണ്ട ശക്തമായ കാറ്റിനാണ് സാധ്യത. ഓഗസ്റ്റ് 11 മുതൽ ഉയർന്ന ഈർപ്പവും കടുത്ത ചൂടും ഒരുമിക്കുന്ന വേനൽക്കാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. സെപ്റ്റംബർ പകുതിയോടെ ജൂലൈയിൽ ചൂട് കുറഞ്ഞു തുടങ്ങും. പൊതുജനങ്ങൾ ആവശ്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഇക്കാലയളവിൽ നടത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. NTV, അബുദാബി. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്.
നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. വിനിമയ നിരക്ക് പ്രധാന വാർത്തകൾ വീണ്ടും. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് വൻ തിരിച്ചടിയായി പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പാസ്പോർട്ട് പുതുക്കാനും പുതിയതെടുക്കാനുമുള്ള നിരക്കിൽ 60% വർധന. സ്കൂൾ അവധിക്കൊപ്പം ദുബായ് വിമാനത്താവളത്തിൽ തിരക്കേറുന്നു. ജൂലൈ ആദ്യ പകുതിയിൽ മാത്രം കടന്നുപോകുക 30 ലക്ഷം യാത്രക്കാർ. ജൂലൈ 12 സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിനം. ചട്ടങ്ങൾ ലംഘിച്ച 7 സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. പ്രമുഖ മെഡിക്കൽ സെന്ററിനെതിരെ മെഡിക്കൽ ലയബിലിറ്റി അതോറിറ്റിയുടെ അന്വേഷണം. അടച്ചുപൂട്ടിയത് ക്ലിനിക്, ഫിസിയോതെറാപ്പി, ഹോം ഹെൽത്ത് കെയർ സർവീസ് കമ്പനികൾ ഉൾപ്പെടെ. ഇറാൻ US സമാധാന ശ്രമങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. ദോഹയിലെത്തിയ US പ്രതിനിധികളുമായി നേരിട്ട് ചർച്ചയില്ലെന്ന ഇറാൻ. ആണവ ചർച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കിയ ശേഷം മാത്രമെന്നും ഇറാൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.